നിത്യപിതാവായ നമ്മുടെ ദൈവത്തെ വാഴ്ത്തുന്നു. മഹാദൈവമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഉള്ള വന്ദനങ്ങളെയും അറിയിക്കുന്നു. ബഹുമാന്യരായ കർത്താവിന്റെ ദാസന്മാരെയും ദൈവമക്കളെയും പ്രത്യേകിച്ച് വന്ദനം അറിയിക്കുകയാണ്. ഒരു ഞായറാഴ്ചയ്ക്ക് ശേഷം നമുക്കൊരുമിച്ച് പിന്നെയും ഇന്ന് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാനായി അവിടുന്ന് നമുക്ക് കൃപ തന്നു. എല്ലാ തിങ്കളാഴ്ചകളിലും പറയുന്നത് പോലെ ഇന്നും ആവർത്തിക്കുന്നതിൽ ക്ഷമിച്ചാലും ഇന്നലെ നമ്മുടെയൊക്കെ പ്രാദേശിക സഭകളിൽ അനുഗ്രഹീതമായ ആത്മീയ സംഗമം നമുക്ക് ലഭിച്ചെന്നും പ്രത്യാശ വർദ്ധിപ്പിക്കുന്ന, സ്നേഹം അതിൻ്റെ ആക്കം കൂട്ടുന്ന, തീഷ്ണത വർദ്ധിപ്പിക്കുന്ന ആത്മീയ അനുഭവങ്ങൾ നമുക്ക് ഉണ്ടായി എന്നും ഞാൻ കരുതട്ടെ. ദൈവത്തിന് സ്തോത്രം. നാം ഒരുമിച്ച് എബ്രായ ലേഖനത്തിലേക്ക് പോവുകയാണ്. എബ്രായ ലേഖനം 1-ാമത്തെ അധ്യായം 4 തൊട്ടുള്ള വാക്യങ്ങളാണ് നാം ഇപ്പോൾ ശ്രദ്ധിക്കുന്നത്. നമ്മൾ ശനിയാഴ്ച രാത്രിയിൽ ആ ഭാഗങ്ങളിൽ നിന്ന് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ചില പരാമർശങ്ങൾ, പേരുകൾ, വിശദീകരണങ്ങൾ ഒക്കെ കാണുകയുണ്ടായി. ചിലർക്ക് 12, ചിലർക്ക് 18, 22 ഒക്കെ പോയിന്റ്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. എത്രയും ആയിക്കൊള്ളട്ടെ, നമുക്കൊരുമിച്ച് ആ ഭാഗങ്ങൾ ചിന്തിപ്പാനായിട്ടിടയായി. ഒന്നും കൂടെ നമുക്കതിൻ്റെ 3ഉം 4ഉം വാക്യങ്ങൾ വായിച്ചുകൊണ്ട് മുൻപോട്ട് പോകാമല്ലോ. അവനവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്ത് ഇരിക്കുകയും അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായതിന് ഒത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു. സ്തോത്രം. നമുക്കറിയാം, നമ്മളിപ്പോൾ ഈ ഭാഗങ്ങളിൽ നിന്നും ചിന്തിക്കുന്നത് എബ്രാൻ ജോസഫ് പാസ്റ്റർ നമ്മോട് ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരുന്നത് പോലെ യേശുക്രിസ്തു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ. യഹൂദന്മാർക്കിടയിലും യഹൂദേതരർക്കിടയിലും, ജ്യൂസ് ആൻഡ് നോൺ ജ്യൂസ്, ഈ 2 കൂട്ടരുടെയും ഇടയിൽ ഇടക്കാലത്ത് വന്ന ഒരു ചിന്താഗതി, ദൈവം അങ്ങ് സർവാതിശായിയായി നിൽക്കുന്നു, മനുഷ്യനിൽ നിന്ന് ഒത്തിരി അകന്ന് അടുക്കാൻ കഴിയാത്തതുപോലെ നിൽക്കുന്നു. അപ്പോൾ ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ വലിയ ഒരു വിടവ്, ട്രാൻസെൻഡൻസ് ഗാഡ്, ട്രാൻസെൻഡന്റ് ഗാഡ്. God is so transcendent. He is far beyond humanity. And there is a huge gap between God and man. അപ്പോൾ ദൈവത്തോട് അടുക്കുവാൻ കഴിയാത്തതുപോലെ ദൈവം മനുഷ്യനിൽ നിന്നും അകന്ന് അകന്ന് അങ്ങ് അത്യുന്നതനായി കഴിയുന്ന ഒരു ആളത്വം. എന്നാൽ ഇവരെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ദൂതന്മാരാണ് എന്ന ചിന്താഗതി, എന്ന ആശയഗതി ഇവരുടെ ഇടയിൽ വന്നുകൂടി. സോ ഏഞ്ചൽസ് were considered to be the intermediates between God and man. അങ്ങനെ വന്നപ്പോൾ നമ്മുടെ ഇന്ത്യയിലുമുണ്ട് ഒരു പറച്ചിൽ, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ. നേരത്തെ ഒരിക്കൽ ഞാൻ പറഞ്ഞതാ, ഗുരു ബഡാ ഹെ കി ഗോവിന്ദ് ബഡാ ഹെ. അവർ പറയുന്നൊരു കാര്യമാണ്, ഗുരുവും ഗോവിന്ദും കൂടെ ഒരുമിച്ച് നിന്നാൽ ഞാൻ ഗുരുവിനെ നമസ്കരിക്കുകയുള്ളൂ, ഗോവിന്ദനെ ഞാൻ അത്ര പരിഗണിക്കത്തില്ലെന്ന്. ഇവിടെ നോർത്ത് ഇന്ത്യയിലെ ഒരു ശൈലിയാണ്. ഗുരു ഗോവിന്ദ് എന്ന് പറഞ്ഞാൽ, ഗോവിന്ദ് അറിയാമല്ലോ, കൃഷ്ണന്റെ മറ്റൊരു പേരാ.
കൃഷ്ണൻ ഭഗവാൻ എന്ന നിലയിൽ കണക്കാക്കപ്പെടുന്നു. ഗുരു ഗോവിന്ദനെ പരിചയപ്പെടുത്തുന്നയാള്. അപ്പൊ അവര് പറയുന്നത്, ഗുരു ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഗോവിന്ദൻ ആരുമല്ലെന്ന്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഗോവിന്ദനേക്കാൾ വലുത് ഗുരു അത്രേ. ഞങ്ങളും കർത്താവിന്റെ വചനമൊക്കെ ആൾക്കാരോട് പറയുന്ന സമയത്ത് ചിലർ വന്ന് കാലയിലങ്ങ് വീഴും. അരുതരുതെന്നൊക്കെ പറയുമ്പം അവർ പറയുന്ന ഒരു കാര്യമായത്, ഗുരു നിങ്ങളാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ ആള്, നിങ്ങളില്ലാതെ ഞങ്ങൾക്ക് ദൈവത്തെ അറിയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞതുപോലെ ഇന്നും നമ്മുടെ ഇടയിൽ ഈ 21-ാം നൂറ്റാണ്ടിലും നമ്മുടെ ഇടയിലുള്ള ഒരു ചിന്താഗതിയാണിത്. പ്രത്യേകിച്ച് ഒരു ഭാരതീയ പൗരസ്ത്യ ചിന്താഗതി എന്ന് വേണമെങ്കിൽ പറയാം. ഒരു പൗരസ്ത്യ ചിന്താഗതിയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഇവിടെയൊക്കെ ഗുരുക്കന്മാരുടെ പെരളിയ ഇഷ്ടം പോലെയാ. ആർക്കും ദൈവമാകണ്ട, എല്ലാവർക്കും ഗുരു ആയാൽ മതി. അപ്പം ആ ഒരു സംസ്കാരം. അതുപോലെ ഈ കാലഘട്ടത്തിലും ദൈവം അങ്ങ് സർവാതിശായിയായി നിൽക്കുന്നത് കൊണ്ട് ദൈവത്തോട് ബന്ധപ്പെടാൻ മനുഷ്യന് കഴിയില്ലെന്നും, പിന്നെ ദൈവത്തിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ മനുഷ്യനിലേക്ക് കൊണ്ടു കൊടുക്കുന്നത് അല്ലെങ്കിൽ കൈമാറുന്നത് ദൂതന്മാരാണെന്നുമുള്ള ഒരു ചിന്താഗതി ഇസ്രായേലിൽ കൂടെ ഉണ്ടായിരുന്നു. ഇസ്രായേലിൽ കൂടെ. അപ്പോൾ ദൂതന്മാരെ വലിയ ആൾക്കാരായിട്ട്, വലിയ ദൗത്യങ്ങൾ നിർവഹിക്കുന്നവരായിട്ട്, വലിയ അധികാരവും സ്വാതന്ത്ര്യവും സ്വാധീനവും ഉള്ളവരായിട്ട് ഇവർ ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോഴാണ് അപ്പോസ്തലൻ പറഞ്ഞത്, അല്ലല്ല, സ്തോത്രം, യേശു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ. യേശു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ. ദൂതന്മാർ കേവലം ആരു മാത്രം? യേശുക്രിസ്തുവിന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ ദൂതന്മാര് മാത്രം, സന്ദേശവാഹകര് മാത്രം, ആജ്ഞാനുവർത്തികൾ മാത്രം. ആജ്ഞാനുവർത്തികൾ മാത്രം. ഇതാണ് ഈ ഭാഗങ്ങളിൽ അപ്പോസ്തലൻ വ്യക്തമാക്കുന്നത്. ഇപ്പൊ ദൂതന്മാരെ ആരാധിക്കുക വരെ ചെയ്യുന്ന ഒരു കൂട്ടരുണ്ടായിരുന്നു. ദൂതാരാധന എന്നൊക്കെ കൊലോസ് ലേഖനത്തിൽ അതുകൊണ്ടൊക്കെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ ദൂതന്മാര് ഭയങ്കര ശക്തിമാന്മാരാണെന്നും അവര് ഭയങ്കര കരുത്തന്മാരാണെന്നും ഒക്കെയുള്ള ചിന്താഗതിയിൽ ദൂതന്മാരോട് ഒരുതരം ആരാധന ഇസ്രായേൽ മക്കൾ ഉള്ളവർക്ക് ഉൾപ്പെടെ ഉള്ളവർക്ക് തുടങ്ങി. അതാണ് ഈ ആശയം ഇങ്ങനെ രൂപപ്പെടുത്തുവാൻ അപ്പോസ്തലനെ പ്രേരിപ്പിച്ചത്. ഈ ചിന്താഗതി ഇസ്രായേലിനെ എമ്മാത്രം സ്വാധീനിച്ചു എന്ന് കാണണമെങ്കിൽ അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായത്തിന്റെ 34-35 വാക്യങ്ങൾ വായിച്ചാൽ അറിയാൻ പറ്റും. ആക്ട്സ് 7:34 and 35. 7-ന്റെ 34-35. മിസ്രയീമിൽ എന്റെ ജനത്തിന്റെ പീഡ ഞാൻ കണ്ടു. അവരുടെ ഞരക്കവും കേട്ടു. അവരെ വിടുവിപ്പാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ഇപ്പോൾ വരിക, ഞാൻ നിന്നെ മിസ്രയീമിലേക്ക് അയക്കും എന്ന് പറഞ്ഞു. നിന്നെ അധികാരിയും ന്യായകർത്താവും ആക്കിയതാർ എന്നിങ്ങനെ അവർ തള്ളിപ്പറഞ്ഞ ഈ മോശയെ ദൈവം മുൾപടർപ്പിൽ പ്രത്യക്ഷനായ ദൂതൻ മുഖാന്തരം അധികാരിയും വീണ്ടെടുപ്പുകാരനും ആക്കി അയച്ചു. ദൂതൻ മുഖാന്തരം. അതുപോലെ തന്നെ
നാം കാണുന്നുണ്ട്. ഈ എബ്രായ ലേഖനത്തിലേക്ക് തന്നെ വന്നാലും 2-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യം, 2-ാമത്തെ അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം. ദൂതന്മാർ മുഖാന്തരം അരുളിച്ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തു എങ്കിൽ. സ്തോത്രം. ഗലാത്യർ 3:19 കൂടെ, ഗലേഷ്യൻസ് 3:19. എന്നാൽ ന്യായപ്രമാണം എന്തിന്? വാഗ്ദത്തം ലഭിച്ച സന്തതി വരുവോളം അത് ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതും ദൂതന്മാർ മുഖാന്തരം മധ്യസ്ഥന്റെ കയ്യിൽ ഏൽപ്പിച്ചതും അത്രേ. സ്തോത്രം. ദൂതന്മാർ മുഖാന്തരം, ഇവിടെയെല്ലാം കണ്ടോ ദൂതന്മാരുടെ ഒരു മധ്യവർത്തിത്വത്തെക്കുറിച്ച് യഹൂദന്മാരായിരുന്ന എഴുത്തുകാരും അപ്പോസ്തലന്മാരും വരെ പറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ ചിന്തിച്ചിരിക്കുന്നു. സ്തോത്രം. പുറപ്പാട് പുസ്തകം 31:18 വാക്യം. എക്സോഡസ് 31 ലാസ്റ്റ് വേഴ്സ്. അവൻ സീനായി പർവ്വതത്തിൽ വെച്ച് മോശയോട് അരുളി ചെയ്ത് കഴിഞ്ഞ ശേഷം ദൈവത്തിന്റെ വിരൽ കൊണ്ടെഴുതിയ കൽപ്പലകളായ സാക്ഷ്യപ്പലക 2 അവന്റെ പക്കൽ കൊടുത്തു. സ്തോത്രം. ഇവിടങ്ങളിലെങ്ങും നാം ദൂതന്മാർ മുഖാന്തരം മോശയ്ക്ക് കൈമാറിയെന്നോ ദൂതന്മാർ മുഖാന്തരം മോശയെ നിയമിച്ചുവെന്നോ കാണുന്നില്ല. നേരിട്ടാണ് ദൈവം ചെയ്തുവെന്ന് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ കൊടുത്തിരിക്കുന്നു, ന്യായപ്രമാണം കൽപ്പലകകൾ കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ പുതിയ നിയമഭാഗത്തേക്ക് വന്നപ്പോൾ അക്കാലത്ത് ഇസ്രായേൽ മക്കൾക്കിടയിൽ പോലും നിലനിന്നിരുന്ന ഒരു ചിന്താഗതി, ദൂതന്മാർ മുഖാന്തരമാണ് കാര്യങ്ങളെന്ന്, ദൂതന്മാർ മുഖാന്തരമാണെന്ന്. എന്നാൽ ആ ആശയം അപകടകരമാംവിധം വളർന്നപ്പോൾ എബ്രായ ക്രിസ്ത്യാനികൾക്കിടയിലും അത് വേര് പിടിക്കാൻ തുടങ്ങിയപ്പോൾ പരിശുദ്ധാത്മാവ് ഇവിടെ അപ്പോസ്തലനിലൂടെ സംസാരിക്കുകയാണ്, അല്ല, യേശുക്രിസ്തുവാണ് നിങ്ങൾ കരുതുന്ന ദൂതന്മാരെക്കാളിലും ശ്രേഷ്ഠനായിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഘടകം, ഒത്തിരി ഘടകങ്ങൾ നമ്മൾ കണ്ടല്ലോ, അതിലേറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ഇപ്പോൾ നമ്മുടെ കർത്താവിന്റെ ദാസൻ നമ്മോട് പറഞ്ഞുകൊണ്ടിരുന്നത്. സ്തോത്രം. എന്താണ്? 5-ാമത്തെ വാക്യം, എബ്രായർ 1:5. നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നും ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനും ആയിരിക്കും എന്നും ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരുളി ചെയ്തിട്ടുണ്ടോ? സ്തോത്രം. യേശുക്രിസ്തുവിന്റെ പുത്രത്വത്തിന്റെ ശ്രേഷ്ഠതയാണ് നാം കാണുന്നത്. യേശുക്രിസ്തു ദൈവപുത്രൻ. എന്നാൽ ദൂതന്മാരാരും അങ്ങനെ അല്ല. സ്തോത്രം. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ ദൂതന്മാരെയും ദൈവപുത്രന്മാരെന്ന് സംബോധന ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മളെയും ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് സംബോധന ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. സ്തോത്രം. യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അതാണ് നാം ഇവിടെ മനസ്സിലാക്കുന്നത്. ദൂതന്മാരെ കുറിച്ചായാലും നമ്മെക്കുറിച്ചായാലും
ഒക്കെ ബഹുവചന പ്രയോഗത്തിലാണ് കാണുന്നത്, ബഹുവചന പ്രയോഗത്തിൽ. അതുപോലെ സൺസ് ഇംഗ്ലീഷിൽ എഴുതുമ്പം സൺസ് എന്നുള്ളിടത്ത് എഴുതുന്നുണ്ട് എസും സ്മോളാണ്. എന്നാൽ യേശുക്രിസ്തുവിനെ പുത്രൻ എന്ന് വിളിച്ചിരിക്കുന്ന ഇടങ്ങളിൽ നമ്മൾ കാണുന്ന ഇംഗ്ലീഷ് അക്ഷരത്തിലാണ് എസ് ക്യാപിറ്റൽ ലെറ്ററിലാണ്, വലിയ അക്ഷരത്തിലാണ് എഴുതുന്നത്. സ്തോത്രം. രണ്ട് പ്രധാനപ്പെട്ട ഗ്രീക്ക് പദങ്ങളുണ്ട് മകൻ എന്നുള്ളതിന്. ഒരെണ്ണം ടെക്നോൻ എന്നുള്ളതാണ്. ടെക്നോൻ, TEKNON, ടെക്നോൻ. മറ്റൊന്ന് ഹ്യൂയോസ്, HUIOS, ഹൂയോസ്. ഹൂയോസ് എന്ന് പറഞ്ഞാൽ സൺ എന്നും പുത്രൻ എന്നും, ടെക്നോൻ എന്ന് പറഞ്ഞാൽ ചൈൽഡ് എന്നുമാണ്. ചൈൽഡ്, പുത്രനെന്നും മകനെന്നും വിളിക്കപ്പെടാം. യേശുക്രിസ്തുവിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് ഹൂയോസ്. ഹൂയോസ്. സ്തോത്രം. അപ്പം ഇവിടെ പ്രത്യേകിച്ച് നാം കാണുന്നത് യേശുക്രിസ്തു ദൈവപുത്രൻ. പുത്രൻ എന്ന നിലയിൽ യേശുക്രിസ്തുവിനെ ദൈവപുത്രൻ എന്ന നിലയിൽ വിളിച്ചിരിക്കുന്ന കാര്യം നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ചില വാക്യങ്ങൾ നമുക്കറിയാം. സൺ ഓഫ് ഗാഡ്, ദൈവപുത്രൻ. ഇപ്പൊ നമ്മൾ വായിച്ചെടുത്ത് വെറും സൺ, പുത്രൻ എന്ന് മാത്രവും കാണുന്നുണ്ട്. സൺ അല്ലെങ്കിൽ പുത്രൻ എന്ന് മാത്രമായിട്ടും നമ്മൾ കാണുന്നു. ഇപ്പൊ നമ്മൾ വായിച്ച സ്ഥലത്ത്, അതായത് എബ്രായ ലേഖനത്തിൽ 1:5 വാക്യത്തിൽ പുത്രനോടോ, പുത്രൻ. അപ്പോൾ സൺ ഓഫ് ഗാഡ്, വെറും സൺ എന്ന് മാത്രവും നമ്മൾ കാണുന്നു. സൺ എന്ന് മാത്രം. പിന്നെ നമ്മൾ കാണുന്നത് നോക്കിക്കാട്ടെ, 1 തെസലോനിക്കർ 1:10, ഫസ്റ്റ് തെസലോനിയൻസ് 1:10. കിട്ടിയില്ലേ? തന്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നമ്മെ വിടുവിക്കുന്നതിനുമായ യേശു, തന്റെ പുത്രൻ. സ്തോത്രം. അവിടെ നമ്മൾ കാണുന്നത് തന്റെ പുത്രൻ, ഹിസ് സൺ, തന്റെ പുത്രൻ, അതായത് അവന്റെ പുത്രൻ എന്നാണ്. സ്തോത്രം. വേറെ പല ഭാഗങ്ങളുണ്ട്, നമ്മൾ ഓരോന്ന് മാത്രമേ നോക്കുന്നുള്ളൂ. പല റെഫറൻസുകളിൽ ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഹിസ് സൺ. റോമർ 8:32, റോമൻസ് 8:32. സ്വന്തം പുത്രനെ ആദരിക്കുക. സ്വന്തം പുത്രൻ, ഹിസ് ഓൺ സൺ. ഹിസ് ഓൺ സൺ മീൻസ് ഗോഡ്സ് ഓൺ സൺ. സ്വന്തം പുത്രൻ, ദൈവത്തിന്റെ സ്വന്തം പുത്രൻ. മത്തായി 3:17 നമുക്ക് മനഃപ്പാഠമായിരിക്കും. മാത്യു 3:17. ഇവൻ എന്റെ പ്രിയപുത്രൻ. ദൈവത്തിന്റെ പ്രിയപുത്രൻ, പ്രിയപുത്രൻ, മൈ ബിലൗഡ് സൺ.
എൻ്റെ പ്രിയപുത്രൻ എന്ന് പിതാവ് സാക്ഷീകരിക്കുന്നു. വേദപുസ്തകത്തിലെ സുവർണവാക്യം നമുക്കൊക്കെ മനഃപ്പാഠമാണ്. കീ വേഴ്സ് ഓഫ് ദ ബൈബിൾ, ജോൺ 3:16. യോഹന്നാൻ 3:16 നമുക്കറിയാമല്ലോ. തന്റെ ഏകജാതനായ പുത്രൻ. ഹിസ് ഓൺലി ബിഗോട്ടൻ സൺ. ഹിസ് ഓൺലി ബിഗോട്ടൻ സൺ. തൻ്റെ, ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ. ഏകജാതനായ പുത്രൻ. കൊലോസ്യർ 1:13. കൊലോഷ്യൻസ് 1:13. സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ. സ്നേഹസ്വരൂപനായ പുത്രൻ. ദ സൺ ഓഫ് ഹിസ് ലവ്. ഇംഗ്ലീഷിൽ എങ്ങനെയാ? അങ്ങനെ തന്നെയാണോ? Son he loves. സൺ ഹി ലവ്സ്. പല വേർഷൻസിൽ പല രീതിയിലായിരിക്കും. അപ്പം Son of his love. ഓക്കെ, സൺ ഓഫ് ഹിസ് ലവ്. ദീന സിസ്റ്റർ His വായിക്കുക. dear son. Into the Pardon? kingdom of his dear son. ഓക്കെ, ഡിയർ സൺ. Son he loves. സൺ ഹി ലവ്സ്. സ്തോത്രം. സൺ ഹി ലവ്സ്. അപ്പം സ്നേഹസ്വരൂപനായ പുത്രൻ. അപ്പം ഈ നിലകളിലൊക്കെയാണ് യേശുക്രിസ്തുവിനെ ദൈവപുത്രൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ദൈവപുത്രൻ. സ്തോത്രം. ഒന്ന് യോഹന്നാൻ 3:8 വാക്യത്തിൽ, മറ്റു പല ഭാഗങ്ങളിലും ഉണ്ടെങ്കിൽ കൂടെ നാം കാണുന്നു, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ദൈവപുത്രൻ. സ്തോത്രം. ദൈവപുത്രൻ. സൺ ഓഫ് ഗാഡ്. പുത്രൻ, സൺ എന്ന് മാത്രം വിശേഷിപ്പിക്കുന്നുണ്ട്. അതുപോലെ ഹിസ് സൺ, അവന്റെ പുത്രൻ. പിന്നെ നമ്മൾ കണ്ടു ഹിസ് ഓൺ സൺ, സ്വന്തം പുത്രൻ. തന്റെ ഏകജാതനായ പുത്രൻ, ഹിസ് ഓൺലി ബിഗോട്ടൻ സൺ, ദ സൺ ഓഫ് ഹിസ് ലവ്, സ്നേഹസ്വരൂപനായ പുത്രൻ. സ്തോത്രം. ഈ എല്ലാ നിലകളിലും യേശുവിനെ വേദപുസ്തകം പരിചയപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ പുത്രൻ എന്ന നിലയിലാണ്. ദൈവപുത്രന്റെ അല്ലെങ്കിൽ ദൈവപുത്രനുള്ള ഒരു നിർവചനമാണ് നമ്മൾ 3-ാം വാക്യത്തിൽ കണ്ടത്. എ വെരി ഗുഡ് ഡെഫിനിഷൻ ഫോർ ദ സൺ ഓഫ് ഗാഡ്. In Hebrews 1:3 first parts നമ്മളത് പഠിച്ചതാണ്. എന്താ? അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ മതി. ആ രണ്ട് വാചകങ്ങളാ. തേജസ്സിന്റെ പ്രഭ. സ്തോത്രം. അപ്പോൾ പുത്രൻ പിതാവിൽ നിന്നും ഉത്ഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ ക്രിസ്തുവും ദൈവപിതാവും തത്തുല്യരായിരിക്കുമോ? Yes. ഒന്നുകൂടെ ശ്രദ്ധിച്ച്, പിതാവിൽ നിന്ന് പുത്രൻ പുറപ്പെടുന്നു അല്ലെങ്കിൽ ഉത്ഭവിച്ചു. ഇപ്പൊ നമ്മള് 5-ാമത്തെ വാക്യത്തിൽ വായിച്ചതുപോലെ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന്. ആ ഇന്ന് എന്ന് പറയുന്നത് ചരിത്രത്തിലുള്ള ഏതോ ഒരു ദിവസമായിട്ട് പിതാവിൽ നിന്ന് പുത്രൻ ഉത്ഭവിച്ചു എന്ന് വന്നാൽ
ഉത്ഭവിച്ചു എന്ന് വന്നാൽ, ഉരുവായി എന്ന് വന്നാൽ, യേശുക്രിസ്തുവിന്റെ ദൈവത്വം തെളിയിക്കാനായിരിക്കുമോ നിഷേധിക്കാനായിരിക്കുമോ എളുപ്പം? നിഷേധിക്കാനായിരിക്കും. നിഷേധിക്കാന്. എന്നാൽ നമ്മൾ യേശുവിനെ ദൈവപുത്രൻ എന്ന് വിളിക്കുമ്പോൾ, നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണെങ്കിലും ആവർത്തിക്കട്ടെ, യേശുക്രിസ്തുവിന്റെ നിത്യത്വത്തെ തെളിയിക്കുന്ന ഭാഗമാണ് 1-ന്റെ 3-ാം വാക്യം. അവൻ അവന്റെ തേജസ്സിന്റെ പ്രഭ. സ്തോത്രം. എന്ന് വെച്ചാൽ പിതാവ് എന്നു മുതലുണ്ടോ അന്നു മുതൽ പുത്രനുമുണ്ട്. സ്തോത്രം. അത് യേശുക്രിസ്തുവിനെ പിതാവിനേക്കാൾ താണവനാക്കുന്നില്ല, കുറഞ്ഞവനാക്കുന്നില്ല. മനസ്സിലാവുന്നുണ്ടല്ലോ? സ്തോത്രം. As we were listening to, Jesus is the eternal Son of God. Because God is the eternal Father. If he has to be eternal Father, there should be an eternal Son too. പിതാവിനെ നാം നിത്യപിതാവ് എന്നാ വിളിക്കുന്നേ. തിരുവെഴുത്ത് അങ്ങനെയാ പറയുന്നത്, നിത്യപിതാവ്. പിതാവ് നിത്യപിതാവാകണമെങ്കിൽ ആ പിതാവിന് ഒരു നിത്യ പുത്രനും കൂടെ ഉണ്ടായേ പറ്റൂ. നിത്യപുത്രൻ ഇല്ലാതെ പിതാവ് നിത്യപിതാവാകുന്നില്ല. അങ്ങനെ ദൈവം നിത്യപിതാവാണെങ്കിൽ യേശുക്രിസ്തു ആ നിത്യപിതാവിന്റെ നിത്യപുത്രനാണ്. നിത്യപുത്രന്. സ്തോത്രം. എങ്കിൽ പിതാവ് എന്ന് അസ്തിത്വം ആരംഭിച്ചുവോ അന്ന് തന്നെ പുത്രന്റെയും അസ്തിത്വം ആരംഭിച്ചിരിക്കണം. അപ്പോൾ യേശുക്രിസ്തുവിന്റെ നിത്യത്വത്തെ തെളിയിക്കുന്ന ഒരു വസ്തുതയാണ് അവിടെ നാം കാണുന്നത്. തൻ്റെ ഇറ്റേണാലിറ്റിയെ തെളിയിക്കുന്ന ഒരു ഘടകം. സ്തോത്രം. അപ്പോൾ യേശുക്രിസ്തു പിതാവിനോട് തത്തുല്യനെന്ന് നമ്മൾ നേരത്തെ പഠിച്ചത്. കാരണം ആ പ്രകാശം ഉള്ളപ്പോഴാണ്, ആ പ്രകാശത്തിന്റെ സ്രോതസ്സുള്ളപ്പോഴാണ് പ്രകാശം ബഹിർസ്ഫുരിക്കുന്നത്, ബഹിർഗളിക്കുന്നത്. അങ്ങനെ ക്രിസ്തു പിതാവിനോട് ആസ്തിക്യത്തിൽ തത്തുല്യനാണെന്ന് നമുക്കിവിടെ പിന്നെയും മനസ്സിലാകുന്നു. യേശുവിനെ ദൈവപുത്രൻ എന്ന് വിളിക്കുന്നതിൽ 2 പ്രധാന ഘടകങ്ങളാണുള്ളത്. There are 2 major aspects when Bible speaks of Jesus as the Son. ഒന്ന്, തൻ്റെ റിലേഷൻഷിപ്പ്. മറ്റൊന്ന് ക്യാരക്ടർ. So Jesus is the Son of God in 2 particular aspects. One is in relationship, in relationship. The other one is character. സ്തോത്രം.
നോക്കിക്കാട്ടെ, മത്തായി 14:33, മാത്യു 14:33. നീ ദൈവപുത്രൻ സത്യം എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. സ്തോത്രം. ദുരാത്മാക്കൾ ഉൾപ്പെടെ പലരും യേശുക്രിസ്തുവിനെ നമസ്കരിച്ചതിന് കാരണം എന്താണ്? ദൈവപുത്രൻ, ദൈവപുത്രൻ. അതുപോലെ തന്നെ മത്തായി 16:16 നമുക്കറിയാം, പത്രോസ് യേശുക്രിസ്തു ആരാണെന്ന് ഏറ്റുപറയുന്നത്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രൻ ആയ ക്രിസ്തു എന്ന് നാം കാണുന്നു. സ്തോത്രം. അപ്പം ഇവിടെ നമ്മൾ കാണുന്നതും ഈ രണ്ടർത്ഥത്തിലുമാണ്. ഇൻ റിലേഷൻഷിപ്പ് വിത്ത് ദ ഫാദർ ആൻഡ് ഓൾസോ ബിക്കോസ് ഓഫ് ദ ക്യാരക്ടർ ഓഫ് ജീസസ്. സ്തോത്രം. നമുക്കറിയാവുന്ന മറ്റൊരു വാക്യമാണ് യോഹന്നാൻ 1:49, ജോൺ 1:49. നഥനയേൽ അവനോട്, റബ്ബി, നീ ദൈവപുത്രൻ, നീ ഇസ്രായേലിന്റെ രാജാവ് എന്ന് ഉത്തരം പറഞ്ഞു. സ്തോത്രം. ദൈവപുത്രൻ. ഇവിടെ എല്ലാം നമുക്ക് യേശുക്രിസ്തുവിനെ ദൈവത്തിന്റെ പുത്രനായിട്ട് പറഞ്ഞ് നാം കാണുന്നു. ഇതെല്ലാം അധികവും രണ്ടർത്ഥങ്ങളിൽ ഉണ്ടെങ്കിലും അധികവും ഇവിടെ പറയുന്നത് ക്രിസ്തുവിന്റെ പ്രകൃതത്തോടുള്ള ബന്ധത്തില, സ്വഭാവത്തോടുള്ള ബന്ധത്തില, സ്വഭാവത്തോടുള്ള ബന്ധത്തിൽ. എന്നാൽ നോക്കിക്കാട്ടെ, ലൂക്കോസ് 1:32, ലൂക്ക് 1:32. അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. 35 കൂടെ 35. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. സ്തോത്രം. ഇവിടങ്ങളിൽ നമ്മൾ ദൈവപുത്രൻ എന്ന് കാണുന്നത് പിതാവിനോടുള്ള യേശുക്രിസ്തുവിന്റെ ബന്ധം നിമിത്തമാണ്. ഈ രണ്ടർത്ഥങ്ങളിലാണ് യേശു ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടുന്നത്. ബന്ധം, പിതാവിനോടുള്ള ബന്ധം കൊണ്ടും പിതാവിന്റെ സ്വഭാവത്തിന്റെ പ്രദർശനം കൊണ്ടും. സ്തോത്രം. ഈ രണ്ട് അർത്ഥങ്ങളിലാണ്. ഇനി നോക്കിക്കേ, മത്തായി 5:25. യേശുക്രിസ്തു തന്നെക്കുറിച്ച് തന്നെ ഉപയോഗിക്കുന്ന ദൈവപുത്രൻ എന്ന പ്രയോഗമാണ്. മത്തായി 5:25. സോറി, യോഹന്നാൻ, മത്തായി അല്ല, യോഹന്നാൻ. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കും. ദൈവപുത്രൻ എന്ന് യേശുക്രിസ്തു തന്നെക്കുറിച്ച് തന്നെ പറഞ്ഞിരിക്കുന്നു. ദൈവപുത്രൻ. അതുപോലെ തന്നെ 9:35 ഉണ്ട്, 9:35. അവിടെയും ക്രിസ്തു സ്വയം പരിചയപ്പെടുത്തുന്നത് താൻ ദൈവപുത്രൻ എന്ന നിലയിലാണ്, ദൈവപുത്രൻ എന്ന നിലയിലാണ്. സ്തോത്രം. അതുപോലെ തന്നെ ക്രിസ്തു തന്നെക്കുറിച്ച് തന്നെ ദൈവപുത്രനെന്നും പുത്രനെന്നും മാത്രമായിട്ടും പരിചയപ്പെടുത്തിയിട്ടുണ്ട്.
പുത്രൻ എന്ന് മാത്രമായിട്ട്. ഇവിടെയെല്ലാം നാം കാണുന്നത്, ഇപ്പൊ നമ്മള് മറിയയോടും യോസേഫിനോടുമൊക്കെ ഗബ്രിയേൽ ദൂതൻ വന്ന് പറഞ്ഞത് അവൻ ദൈവപുത്രൻ എന്നുള്ളത്, അത്യുന്നതന്റെ പുത്രൻ. അത്യുന്നതന്റെ പുത്രൻ. യേശുക്രിസ്തു സ്വയം തന്നെ പരിചയപ്പെടുത്തി താൻ ദൈവപുത്രനാണെന്ന്. മറ്റു മനുഷ്യരും വേദപുസ്തക എഴുത്തുകാരും പ്രത്യേകിച്ച് യോഹന്നാൻ യേശുക്രിസ്തുവിനെ ദൈവപുത്രൻ ദൈവപുത്രൻ എന്ന നിലയിലാണ് പരിചയപ്പെടുത്തിയിരിക്കുന്നത്. സ്തോത്രം. ഈ രണ്ട് അർത്ഥമാണ് പ്രധാനമായും പുത്രൻ എന്നുള്ളതിന്. ഒന്ന്, പിതാവിനോടുള്ള യേശുവിൻ്റെ ബന്ധം. രണ്ട്, പിതാവിൻ്റെ പ്രകൃതം, സ്വഭാവം തന്നിലൂടെ പ്രദർശിതമായി എന്നുള്ളതും. സ്തോത്രം. നമ്മുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുമ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ബന്ധവും പ്രകൃതം അഥവാ സ്വഭാവവും. സ്തോത്രം. നമ്മൾ പിന്നെ വെറുതെ ദൈവമക്കൾ എന്നൊക്കെ അങ്ങ് വിളിക്കുക. ഈ രണ്ട് അടിസ്ഥാനത്തിൽ വേണം നാം ദൈവമക്കൾ എന്ന് സ്ഥിരീകരിക്കപ്പെടേണ്ടത്. ദൈവത്തോടുള്ള നമ്മുടെ ബന്ധം, പിന്നെ ദൈവ സ്വഭാവം നമ്മിൽ പ്രദർശിതമാകണം. ഇത് രണ്ടുമില്ലാതെ നമുക്ക് ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ സാധ്യമല്ല. യോഹന്നാൻ മിക്കവാറുമൊക്കെ ദൈവപുത്രൻ എന്ന് തന്നെയാണ് ഉപയോഗിക്കുന്നത്. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 3:16 ഇപ്പം നമ്മൾ വായിച്ചതാ. ദൈവം തൻ്റെ ഏകജാതനായ പുത്രൻ എന്ന നിലയിലാണ് പറഞ്ഞിരിക്കുന്നത്. 16 തൊട്ട് 18 വരെയുള്ള വാക്യങ്ങളിൽ നാം അത് കാണുന്നുണ്ട്. ജോൺ chapter 3 verses from 16 to 18 we see this particular usage. 20:31 ജോൺ 20:31 നമ്മൾ ഒരു വായിച്ചിട്ടുണ്ട്. സ്തോത്രം. ഇതെന്തിനാ എഴുതിയിരിക്കുന്നത്? യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിന്. യോഹന്നാൻ അങ്ങനെ അല്പം നീട്ടിയാണ് യേശു ക്രിസ്തുവിന്റെ പുത്രത്വത്തെ പ്രദർശിപ്പിക്കുന്നത്, വരച്ചു കാട്ടിയിരിക്കുന്നത്. സ്തോത്രം. ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ അറിയേണ്ടതിനു. സ്തോത്രം. ദൈവപുത്രനായ ക്രിസ്തു. അതുപോലെ തന്നെ യോഹന്നാൻ തൻ്റെ ലേഖനത്തിലും വെളിപ്പാട് പുസ്തകത്തിലും അങ്ങനെ തന്നെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. സ്തോത്രം. വെളിപ്പാട് 2:18 കൂടെ നോക്കിക്കാട്ടെ. 2:18 റെവലേഷൻ. അഗ്നിജാലയ്ക്കൊത്ത കണ്ണും വെള്ളോട്ടിന് സദൃശ്യമായ കാലുമുള്ള ദൈവപുത്രൻ അരുളി ചെയ്യുന്നത്. സ്തോത്രം. യോഹന്നാന്റെ ഒരു മാസ്റ്റർ പീസാണ് യേശു ക്രിസ്തുവിന് വേണ്ടിയുള്ളത്, ദൈവപുത്രൻ. ആ പേര് പറയാൻ യോഹന്നാൻ ഷോർട്ട് കട്ട്സ് ഒന്നും കുറുക്കു വഴികളൊന്നും അന്വേഷിക്കുന്നില്ല. കുറുക്കു വഴികളൊന്നുമില്ല. യേശു ദൈവപുത്രൻ. യേശുവിനെ ദൈവപുത്രനെന്ന് പിശാചുക്കൾ വിളിച്ചു, അപ്പോസ്തലന്മാര് വിളിച്ചു, ദൈവദൂതന്മാര് പറഞ്ഞു. സ്തോത്രം. കണ്ടോ, ഇതെല്ലാം യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തിന് ആസ്തികതയ്ക്കും
തെളിവുകളാണ്. വേറെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നാം എബ്രായ ലേഖനം തന്നെ 1-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ കണ്ടു കഴിഞ്ഞതാണ്. എന്താ യേശുവിനെ വിളിക്കുന്നത്? പുത്രൻ. പുത്രൻ. സ്തോത്രം, പുത്രൻ. 4:14 എബ്രായർ തന്നെ 4:14, 4:14. ദൈവപുത്രനായ യേശു. സ്തോത്രം, ദൈവപുത്രനായ യേശു. 6:6 കൂടെ 6:6 ഹീബ്രൂസ്. ദൈവപുത്രനെ. സ്തോത്രം. ഇവിടെയെല്ലാം പ്രധാനമായും നാം കാണുന്നത് പിതാവുമായിട്ടുള്ള പുത്രന്റെ അഭേദ്യമായ ബന്ധമാണ്. സ്തോത്രം. പുത്രനും പിതാവും തമ്മിലുള്ള സ്തോത്രം അഭേദ്യമായ ബന്ധം. എ റിലേഷൻ ദാറ്റ് സബ്സിസ്റ്റ് between the father and the son. A subsisting relationship. സ്തോത്രം. പിതാവും പുത്രനും തമ്മിലുള്ള ആ ബന്ധമാണ് ഏറ്റവും ഊഷ്മളമായ ബന്ധം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആരൊക്കെ തമ്മിലുള്ളതാ? സ്തോത്രം. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 24-ഉം 25-ഉം വാക്യങ്ങളിൽ നിന്നും കണ്ട കാര്യമാണ്. സ്തോത്രം. എന്തുവാ? നീ എന്നെ ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നെ സ്നേഹിച്ചിരിക്കൊണ്ട്. സ്തോത്രം. സ്നേഹിച്ചിരിക്കൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്ന ഇടത്ത് അവരും എന്നോടുകൂടെ ഇരിക്കണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. കണ്ടോ? സ്തോത്രം. ലോകസ്ഥാപനത്തിനു മുമ്പേ പിതാവ് പുത്രനെ സ്നേഹിച്ചു. നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതുപോലെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും മാത്രമുള്ള ഒരു കാലം എന്തോ ഒരു സ്നേഹബന്ധമായിരുന്നു. ഇപ്പോഴെന്താ? വല്ല കുറവുണ്ടോ? ഒരിക്കലും ഇല്ല. സ്തോത്രം. അപ്പൊ ഏറ്റവും ഊഷ്മളമായ ബന്ധം നാം കാണുന്നത് പിതാവും പുത്രനും തമ്മില. പരിശുദ്ധാത്മാവിനെ ഒഴിവാക്കുന്നെന്ന് ആരും കരുതരുത്. പരിശുദ്ധാത്മാവാണ് ഈ പ്രത്യേക കാലഘട്ടങ്ങളിലെല്ലാം എല്ലാറ്റിനും വേണ്ടി വിശ്വാസികളെ ദൈവോന്മുഖരായിട്ട് ഒരുക്കുന്നത്. അതുകൊണ്ട് എടുത്തെടുത്ത പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. നമ്മൾ തന്നെ ഒരു സാധാരണ നിലയിലാണ്. ഒരു കത്തോ വല്ലതും എഴുതിയാൽ ഏറ്റവും കുറച്ചു മാത്രം ചേർക്കുന്ന പേര് നമ്മുടെ സ്വന്തം ആയിരിക്കും, അല്ലേ? സ്തോത്രം. ഏറ്റവും കുറച്ചു മാത്രമേ അവരവരെ കുറിച്ച് തന്നെ പരാമർശിക്കൂ. ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാൻ പോയ ചർച്ചിൽ എബ്രായ ലേഖനം ആയിരുന്നെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞ സമയത്ത് എന്നോട് അവിടുത്തെ ഒരു അങ്കിള് വന്നിട്ട് പറഞ്ഞു, എബ്രായ ലേഖനമാണെന്നാണ് എൻ്റെ ഓർമ്മ, അതോ വെളിപ്പാട് പുസ്തകമാണോ? എന്നോട് പറഞ്ഞു, ഈ പുസ്തകം മനഃപ്പാഠമാക്കി വെച്ച ഒരാൾ ഈ ചർച്ചിൽ ഉണ്ടായിരുന്നു. ഞാനത് സാധാരണ നിലയിൽ അങ്ങ് എടുത്തുള്ളൂ. അല്പം കഴിഞ്ഞിട്ട് ഞാൻ മറ്റൊന്നും ചോദിക്കുകയോ അതാരാണെന്ന് അന്വേഷിക്കുകയോ ചെയ്യാഞ്ഞപ്പോൾ അദ്ദേഹം
എന്നോട് പറഞ്ഞു, അതാരാണെന്ന് ഞങ്ങളുടെ പാസ്റ്ററോട് ചോദിച്ചാൽ അറിയാമെന്ന്. അപ്പൊ എനിക്ക് മനസ്സിലായി അദ്ദേഹത്തിന്റെ സഹധർമ്മിണി തന്നെയായിരുന്നു. കുറച്ച് നാളുകൾക്ക് മുമ്പ് ആന്റി കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടു. കണ്ടോ, സ്വന്തം വിഷയം വന്നപ്പോൾ പ്രത്യേകിച്ച് എടുത്തു പറയാതെ, പേര് പറയാതെ, അതുപോലെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മെ കൊണ്ട് എല്ലാം ചെയ്യിച്ച് ദൈവത്തിങ്കലേക്ക് അടുപ്പിക്കുന്നത് കൊണ്ട് പരിശുദ്ധാത്മാവിനെ കുറിച്ച് തന്നെ പരിശുദ്ധാത്മാവ് വളരെ കുറച്ച് അത്യാവശ്യമായിട്ടുള്ളതൊക്കെ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി പിതാവിനെയും പുത്രനെയുമാണ് പരിശുദ്ധാത്മാവ് ഉയർത്തുന്നത്. അതുകൊണ്ടാണ് പലയിടങ്ങളിലും പരിശുദ്ധാത്മാവിനെ നമുക്ക് കാണാൻ കഴിയാതെ പോകുന്നു എന്ന് വരുന്നത്, അല്ലെങ്കിൽ തോന്നുന്നത്. അപ്പൊ പറഞ്ഞു വന്നത്, ഏറ്റവും ഊഷ്മളമായ ബന്ധം പിതാവും പുത്രനും തമ്മിലുള്ള, അല്ലെങ്കിൽ ത്രിയേക ദൈവത്തിന് ഇടയിലുള്ള ബന്ധമാണ്. ആ ബന്ധം നിമിത്തവും സ്വഭാവം നിമിത്തവുമാണ് യേശുവിനെ നമുക്കിവിടെ പുത്രൻ എന്ന് കാണാൻ കഴിയുന്നത്. നമുക്കും ദൈവത്തിൻ്റെ മക്കൾ ആകണം എങ്കിൽ, യഥാർത്ഥമായും ദൈവമക്കളായി നമുക്ക് കഴിയണമെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ നമുക്കും അനിവാര്യമാണ്. ദൈവത്തോടുള്ള ഇടമുറിയാത്ത ബന്ധം, അതുപോലെ രഹസ്യ ജീവിതത്തിലും ദൈവത്തിൻ്റെ സ്വഭാവം ഉള്ളവരായിരിക്കുക. രഹസ്യ ജീവിതത്തിലും, പരസ്യ ജീവിതത്തിലും ഉണ്ടാവും, രഹസ്യ ജീവിതത്തിലും ദൈവ സ്വഭാവമുള്ളവരായിരിക്കുക. ആകയാൽ വരുവീൻ, നമുക്കൊരുമിച്ച് നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുകയും, സ്തോത്രം, ദൈവത്തോടുള്ള ബന്ധം നിലനിർത്തുകയും അത് നിമിത്തം ദൈവത്തിൻ്റെ സ്വഭാവം നമ്മിൽ നിന്ന് ഉളവാകുകയും ചെയ്യട്ടെ. അങ്ങനെയുള്ളവരെ ചേർക്കാനായിട്ട് മേഘങ്ങളിൽ വരുന്ന കർത്താവിനെ എതിരേൽപ്പാൻ നമുക്ക് ഒരുങ്ങാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.